മുഖ്യമന്ത്രിയുടെ മലപ്പുറം പ്രസംഗം രാജ്യദ്രോഹമെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ്. മുഖ്യമന്ത്രിക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നും ഇത് സത്യപ്രതിജ്ഞാ ലംഘനവും ഭരണഘടനാ ലംഘനവുമാണെന്നും പി.കെ. കൃഷ്ണദാസ് പറഞ്ഞു. അഭിനവ മുഹമ്മദ് അലി ജിന്നയായി മുഖ്യമന്ത്രി അധപ്പതിച്ചു. വിഭജന രാഷ്ട്രീയമാണ് മുഖ്യമന്ത്രിയുടേതെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം സമൂഹം രണ്ടാം തരം പൗരന്മാരാണ്. ഇന്ത്യയിൽ അവർ സുരക്ഷിതരല്ല. അവരെ പാകിസ്ഥാനിലേക്ക് ആട്ടിയോടിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി പ്രസംഗിച്ചത്. ഇതുതന്നെയാണ് ജിന്നയും ഇന്ത്യയെ വിഭജിക്കാനായി പണ്ടു പറഞ്ഞത്. മുഖ്യമന്ത്രിക്കെതിരെ രാജ്യദ്രോഹത്തിന് കേസെടുക്കണമെന്ന് ബിജെപി വ്യക്തമാക്കി. CAA നിയമം എന്താണെന്ന് വിശദീകരിച്ചില്ല. പൗരത്വ നിയമം ഇന്ത്യയിലെ ഒരു പൗരനെയും ബാധിക്കുന്നതല്ല. മനുഷ്യത്വരഹിതമായ സമീപനമാണ് മുഖ്യമന്ത്രിയുടേത്. ഒരു മതകലാപം സൃഷ്ടിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. ഇത് ദൂരവ്യാപകമായ ഭവിഷ്യത്ത് സംസ്ഥാനത്തുണ്ടാകും. ഊണിലും ഉറക്കത്തിലും ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നവർ തന്നെയാണ് തങ്ങളെന്നും അതിൽ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആദ്യമായി വിഭജനവാദത്തിന്റെ ദുരാഷ്ട്രവാദത്തിന്റെ വിത്ത് വിതച്ചത് മുഹമ്മദ് അലി ജിന്നയാണ്. അഭിനവ മുഹമ്മദ് അലി ജിന്നയായിട്ട് മുഖ്യമന്ത്രി അധപ്പതിച്ചു എന്നുള്ളതാണ് പിണറായി വിജയന്റെ മലപ്പുറത്തെ പ്രസംഗം വ്യക്തമാക്കുന്നത്. വീണ്ടും രാജ്യത്ത് വിഭജനത്തിന്റെ, വിഭാഗീയതയുടെ, വിഘടനവാദത്തിന്റെ ശബ്ദമാണ് മലപ്പുറത്ത് മുഖ്യമന്ത്രിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതായത് മുഹമ്മദ് അലി ജിന്നയുടെ ദുരാഷ്ട്രവാദത്തിന്റെ ശബ്ദമാണ്, പ്രത്യയശാസ്ത്രമാണ് മുഖ്യമന്ത്രിയിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. CAA വിരുദ്ധ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ രണ്ടാം തരം പൗരന്മാരാണ്. അവരെ പാകിസ്ഥാനിലേക്ക് ആട്ടിയോടിക്കാനാണ് കേന്ദ്ര മന്ത്രിസഭയും BJPയും തയ്യാറാകുന്നത്. ഇതോടൊപ്പം തന്നെ തീവ്രമായ മറ്റു പരാമർശങ്ങളുമുണ്ട്. അതായത് മുസ്ലിം സമൂഹം ഇന്ത്യയിൽ രണ്ടാം തരം പൗരന്മാരാണ്. അവർ 100% സുരക്ഷിതരല്ല. ഈ മുസ്ലിം സമൂഹത്തെ മുഴുവൻ പൗരത്വം റദ്ദാക്കി അവരെ പാകിസ്ഥാനിലേക്ക് ആട്ടിയോടിക്കാനാണ് കേന്ദ്ര മന്ത്രിസഭയും BJPയും RSSും ശ്രമിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ മലപ്പുറത്ത് പ്രസംഗിച്ചത്. പാലക്കാട് BJP ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UTV ന്യൂസ്, പാലക്കാട്.